നമസ്കാരം. ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളെ പറ്റിയുള്ള ചെറിയ വിവരമാണ്. ആ ജന്തുജാലങ്ങളിൽ ഇന്ന് നായ എന്ന് പറയുന്ന ജീവിയെയാണ് പരിചയപ്പെടുത്തുന്നത്. നായയെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. ഇത് സങ്കീർത്തനം 22-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശുമരണ സമയത്തെ സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന ഈ ഭാഗം ഉൾപ്പെടെ പല സമാന ആശയങ്ങളുള്ള ഒരു പ്രവചനമെന്ന രീതിയിൽ 22-ാം സങ്കീർത്തനം വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നായയെക്കുറിച്ച് 23 പരാമർശങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത്. അവയിൽ മിക്കതും നായയെ വെറുപ്പിൻ്റെയും നിന്ദയുടെയും ക്രൂരതയുടെയും നീചത്വത്തിൻ്റെയും പ്രതീകമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിപുരാതന കാലം മുതൽ മനുഷ്യൻ്റെ ഉറ്റ സുഹൃത്തും വിശ്വസ്ത കാവൽക്കാരനുമായിരുന്ന നായയെപ്പറ്റി അത്തരമൊരു പരാമർശം വിശുദ്ധ വേദപുസ്തകത്തിലെങ്ങും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇസ്രായേലിയർക്കും യഹൂദന്മാർക്കും നായോടുണ്ടായിരുന്ന അറപ്പും വെറുപ്പും ആയിരുന്നു ഇതിന് കാരണമെന്ന് വേദപണ്ഡിതർ വിശ്വസിക്കുന്നു. പട്ടണത്തിനു ചുറ്റും സന്ധ്യയ്ക്ക് കുരച്ചുകൊണ്ട് നടക്കുന്ന നായ സങ്കീർത്തനം 59-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പറിച്ചു കീറുന്ന നായ്ക്കൾ ഇരമ്യാപ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശവശരീരം തിന്നുന്ന നായ്ക്കൾ, രക്തം നക്കുന്ന നായ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. കുഷ്ഠരോഗിയുടെ വ്രണം നക്കുന്ന നായ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം എന്നിങ്ങനെ ബീഭത്സമായ ചിത്രങ്ങൾ നായയെപ്പറ്റി അനവധി വിശുദ്ധ ബൈബിളിലുണ്ട്. സ്വർഗീയ യെരുശലേമിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ളവരുടെ പട്ടികയിലെ ആദ്യത്തേതും നായ്ക്കൾ തന്നെയാണ്. അത് വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിലാണ്. ചില നവീന ഇംഗ്ലീഷ് പരിഭാഷകളിൽ ദുഷ്കാമികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികൾക്ക് കൊടുക്കുന്ന താക്കീത് നായ്ക്കളെ സൂക്ഷിക്കുവിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവിൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തന്നെ എതിരിടുവാനായി പുറപ്പെട്ട ബാലനായ ദാവീദിനോട് മല്ലനായ ഗോലിയാത്ത് ചോദിച്ചത്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്നാണ്. ദുർബലനും നിസാരനുമായവനെ സൂചിപ്പിക്കുവാൻ ചത്ത നായ എന്ന പ്രയോഗവും കാണുന്നുണ്ട്. അത് 1 ശമൂവേൽ 24-ാം അധ്യായത്തിലും 2 ശമൂവേൽ 9-ാം അധ്യായവും 16-ാം അധ്യായങ്ങളിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്.